അതായത് ഏത് ഷീറ്റിൽ ആ ഡോക്ടർ 2 ടൈപ്പ് ആയിട്ട് മാർക്ക് ചെയ്തത് അത് നോക്കാണ്ട് അത് ശ്രദ്ധിക്കാണ്ട് അവൾ ചെയ്ത തെറ്റാണത്. ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്, ജസ്ന സലീം. ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണ് എന്നുള്ളതും അറിയാത്തൊരു സംഭവമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ, സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ ഒരു താരം. അതെ, നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയതിന് ശേഷം പൊടുന്നനെ തറയിപ്പോയൊരവസ്ഥയായിരുന്നു നമ്മുടെ ജസ്ന സലീമിന്. ജസ്ന സലീം എന്ന് പറയുന്ന കണ്ണന്റെ ചിത്രം വരച്ച് ഫേമസ് ആയ ഈ ഒരു താരത്തെ ഇപ്പോൾ നെഞ്ചിലേറ്റാൻ ആകെയുള്ളത് തന്റെ സ്വന്തം അരുണേട്ടൻ മാത്രമാണ്. അതായത് ജസ്നയെ സംബന്ധിച്ചും ഓളെ അരുണേട്ടനെ സംബന്ധിച്ചും ഓല ഫാമിലിയെ സംബന്ധിച്ചും ഏറെ ദുഃഖകരമായൊരു ദിവസം. ആ ഒരു ദിവസം പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ആഘോഷമാക്കിയായിരുന്നു. അറഞ്ചം പുറഞ്ചം ഈ ഒരു താരത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ. സാധാരണ നിലയ്ക്ക് ഈ രീതിയിൽ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ഒരാൾ കിടക്കുമ്പോൾ ആരും ഇത്തരം കമന്റ് ചെയ്യാറില്ല. ഒരാൾക്കും ഇതുപോലൊരു സിറ്റുവേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എന്തായിരുന്നു? ജസ്ന സലീമിന്റെ നാടകമായിരുന്നു. മുമ്പേ ഉണ്ടായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പാഹയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്, ജസ്ന സലീം. ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയായാലും കൂടി. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞെന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ട് എന്നാണ്. നിങ്ങൾ കിടത്തുന്നതല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. ആ ഒരു എന്താ കൊയിലാണ്ടി ടോളിൻ്റെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ്, ആ ഒരു നേഴ്സ് കാരണം ഇവിടെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവിടെയുള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കാൻ നമുക്കൊരു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് വിട്ടത്. അതായത് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ മരുന്ന് മാറി കുത്തിവെച്ചതിന് ശേഷം അത്യാസന്നയിൽ കിടക്കുന്ന ജസ്നയുടെ വീഡിയോ ആണ് അരുണേട്ടൻ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ആ ഒരു വീഡിയോയ്ക്ക് പോലും പ്രതീക്ഷിച്ച മാതിരിയുള്ള സ്വീകാര്യത ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ഏറെയും ഹേറ്റ് കമന്റുകൾ, തെറിവിളി, അറഞ്ചം പുറഞ്ചം, കണ്ടാൽ അറയ്ക്കുന്ന തെറികളാണ് ഓളെ വിളിച്ചിരിക്കുന്നത്. ഇതാദ്യമാണ് ഈ രീതിയിൽ അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ തെറി വിളിക്കുന്ന ആളുകളെ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഓൾക്ക് ഈ ഒരു ഗതി വന്നത്? ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. ഇനിമേ മരണത്തോട് മല്ലടിച്ച് കിടന്ന ജസ്ന സലീം തന്റെ എല്ലാമെല്ലാമായ കണ്ണനെ വിളിച്ച് മനമുരുകി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഓളെ ഹോസ്പിറ്റലിലെ അത്യാസന്ന നിലയിൽ വീഡിയോ കണ്ട് നിരവധി ആളുകൾ ഓളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഓളെ നേരിട്ട് വിളിക്കുകയുണ്ടായി. പിന്നീട് എന്താണ് സംഭവിച്ചത്? മയ്യത്ത് നിസ്കാരം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണ് എന്നുള്ളതും അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ കാര്യത്തിലാണോ തമാശ രൂപത്തിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരുത്തരം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന്. അത് കേട്ടപ്പം അതൊന്ന് ഷോക്കായിപ്പോയി കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യാറില്ലേ, ഇതെന്തേ റെക്കോർഡ് ചെയ്യാനൊന്നും. എൻ്റെ അടുത്ത് ഫോണില്ല, അതിനൊരു ഫോണേ കയ്യിലായിരുന്നു. ഐഫോണിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് വേറെ ആപ്പ് കയറ്റണം കേട്ടോ, അല്ലാതെ പറ്റില്ല. ഞാൻ മറ്റൊരു ഫോൺ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. ഫോൺ എൻ്റെ അടുത്തില്ലായിരുന്നു, ഒരു ഫോണായി എൻ്റെ കയ്യിലുള്ളത്. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഒരു
സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ എന്താ പറയുക, ക്ഷീണവും തളർച്ചയും ഒക്കെ അവിടെ തീർന്നു പോയി. തോറ്റു കൊടുക്കരുത് എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി. ഒന്നാലോചിച്ച് നോക്കുക, ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഇതുപോലൊരവസ്ഥ ആർക്കെങ്കിലും നിങ്ങളുടെ അറിവിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരാൾക്കും ഉണ്ടാവാൻ വഴിയില്ല. ദുഷ്ടനാണെങ്കിൽ പോലും, കള്ള ഹമുക്കാണെങ്കിൽ പോലും ഓൻ അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുവാണെങ്കിൽ, ഓൻ അല്ലെങ്കിൽ ഓള് കിടക്കുവാണെങ്കിൽ ഏതൊരു പഹയനും, ഏതൊരു ശത്രുവാന്ന് പറയുന്ന പഹയനും ആ ഒരു മനസ്സിലുള്ള ആ ഒരു ഇതൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ മിണ്ടാതെയെങ്കിലും ഇരിക്കും. ഇത് ഓള് മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഓളെ ഹോസ്പിറ്റലിൽ വിളിച്ച് തെറി പറയുക. എന്നാലോചിച്ചു, ഇതുപോലൊരവസ്ഥ ഇതിനു മുമ്പ് ഒരാൾക്കും ഉണ്ടായിട്ടില്ല. അതായത് ഏത് ഷീറ്റിൽ ആ ഡോക്ടർ 2 ടൈപ്പ് ആയിട്ട് മാർക്ക് ചെയ്തത്, അത് നോക്കാണ്ട് അത് ശ്രദ്ധിക്കാണ്ട് അവൾ ചെയ്ത തെറ്റാണത്. അന്നപ്പോ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ സിറിഞ്ച് കുത്തിയില്ല, ഞാൻ സാമ്പിൾ നോക്കിയതാണ്. അപ്പോൾ ആദ്യം കുത്തിയില്ല എന്ന് പറഞ്ഞ് സാമ്പിൾ നോക്കിയാന്ന് പറഞ്ഞു. ആ സാമ്പിൾ നോക്കി എന്ന് പറഞ്ഞത് ഈ ഡോക്ടർ പറയാത്ത മരുന്നാ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അന്ന് ആ ഡോക്ടർ അവിടുന്ന്, അന്നത്തെ ഡോക്ടർ ആരാന്ന് കറക്റ്റ് ഓർമ്മയില്ല, അന്ന് ആ ഡോക്ടർ അവിടുന്ന് അവളെടുത്ത് പറഞ്ഞു, ഇതല്ലല്ലോ ഞാൻ എഴുതിയെന്ന്. അപ്പൊ എഴുതാത്ത മരുന്ന് അവള് കുത്തിയിട്ട് വന്ന. അതായത് അരുണേട്ടൻ പറയുന്നത്, ഒരു നേഴ്സ് കള്ള ഹിമാറ് ഓള് തോന്നിയ മാതിരി എടുത്ത് ഇഞ്ചക്ഷൻ വെച്ച് ഓളെ കൊല്ലാൻ, അതായത് പ്രമുഖ താരത്തെ കൊല്ലാൻ വേണ്ടിയുള്ളൊരു മനഃപൂർവ്വമായുള്ള ശ്രമമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അരുണേട്ടൻ. അതായത് ജസ്റ്റിനെ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ വാസം വേണ്ടിവരും. ഏറെ ക്ഷീണിതയാണ്, കാലിൽ നല്ല നീരുണ്ട്, അത്യാസന്ന നിലയിലാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്, ICU ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. അപ്പോൾ ഇന്നലെ എനിക്കിന്ന് പോകാനുള്ളത്, ഇന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്ത് വന്നതാ. ഇപ്പോൾ ശ്വാസം മുട്ടെങ്ങാനും പെട്ടെന്ന് വരികയാണെങ്കിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എനിക്ക് ഓട്ടം പോകാനുള്ളതിനെ കൊണ്ട് ഞാനിങ്ങ് പോരുകയും ചെയ്തു. എന്താ ഇതാ തരാ നോക്ക്, വേദന കാൽക്ക് വേദന ഉണ്ടോ? അതേ, ആളുകൾ തെറി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിച്ച് കിടന്ന ആ ഒരു പേഷ്യന്റ് അന്നേ ദിവസം തന്നെ രാത്രി അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. അതിന്റെ കാരണം അരുണേട്ടൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഓനൊരു ഓട്ടം ഉണ്ടായിരുന്നു. ആ ഒരു ഓട്ടത്തിന് പോകാൻ വേണ്ടി ഓളയും കൊണ്ട് ഡിസ്ചാർജ് ചെയ്യിച്ച് വീട്ടിൽ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. ഏറെ വിചിത്രമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ആളുകൾ തെറി പറഞ്ഞതിൽ ഓലെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നത് ചില ആളുകളുടെ കമന്റ് പൂരത്തെറിയാണ് അധികം വന്നിരിക്കുന്നത്. ചില ആളുകളുടെ കമന്റ് ആ നേഴ്സിന് എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും അനുമോദിക്കണമെന്നാണ് പറയുന്നത്. ചില ആളുകൾ ധരിച്ചിരിക്കുന്നത്, അതായത് ഓളെ കുത്താമെന്ന നേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു വിവരങ്ങളും ഹോസ്പിറ്റലിലില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത്തരത്തിലൊരു കുത്തിവെപ്പ്, അതായത് ഒരു മരുന്ന് മാറ്റിയുള്ള ഒരു കുത്തിവെപ്പ് നടന്നിട്ടില്ല. ഡോസ് മാത്രമാണ് ഓൾക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലുകാർ വാദിക്കുന്നത്. അവരത് ഏക്കുന്ന മട്ടില്ല. ചില ആളുകൾക്ക് ഒരു സംശയം ബാക്കി നിൽക്കുന്നത്, ഓളെ കുത്താൻ വന്ന ആ ഒരു നഴ്സ്, അത് നഴ്സ് ആയിരുന്നില്ല. നന്ദനൻ സിനിമയിലെ പോലെ ഗുരുവായൂരപ്പൻ നഴ്സിന്റെ രൂപത്തിൽ വന്ന് കണ്ണനെ ഉപദ്രവിക്കുന്ന ഈ ഒരു കള്ള ഹിമാറിന് ഒരു ഇഞ്ചക്ഷൻ മാറ്റി കുത്തിവെക്കുകയായിരുന്നു. താൻ മാത്രമേ ആ നഴ്സിനെ കണ്ടുള്ളൂ, ഞാൻ മാത്രം ഉണ്ണിയേട്ട ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ജസ്നയാണ് കാണാൻ സാധിച്ചത്. ഏറെ ദുഃഖകരമായ വിചിത്രമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇതുപോലൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ജസ്ന എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്ക് എന്തുകൊണ്ടായിരിക്കാം ഇത്രയും അധികം ഈ ഒരു ആപത്ത് ഘട്ടത്തിലും ഇതുപോലെ ഹേറ്റ്സ് പബ്ലിക്കിൽ നിന്നും എന്തുകൊണ്ടായിരിക്കാം മോൾക്ക് നേരിടേണ്ടി വന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. അതുകൊണ്ട് വീഡിയോ കാണുന്ന വീഡിയോ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്ന പകയമാരുടെ പേജ് ഫോളോ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.